ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നല്ല ലഹരിയുള്ള അറിവിൻ്റെ ഒരു മോർണിംഗ് ടീ നമുക്ക് ഇപ്പോൾ ആസ്വദിക്കാം. നോക്കൂ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ കണ്ടെത്തുക. ഇതാണ് ചോദ്യം. ഇത്തിരി വളരെ പ്രശ്നം പിടിച്ച ഒരു ചോദ്യമാണിത്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. എ ഗോദാവരി, മഹാനദി, നർമ്മദ. ബി കൃഷ്ണ, കാവേരി, താപ്തി. സി ഓപ്ഷൻ എയെ തിരിച്ചിട്ടൊക്കെയാണ്, മഹാനദി, ഗോദാവരി, നർമ്മദ. ഡി കാവേരി, കൃഷ്ണ, ഗോദാവരി. അപ്പം ഇതിനെയാണ് നമുക്ക് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തേണ്ടത്. ആൻസർ നമുക്ക് കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം കോമണായി പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യൻ നദികളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ നദികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഹിമാലയൻ നദികളാണ്, ഹിമാലയൻ നദികൾ. രണ്ടാമത്തത് ഉപദ്വീപീയ നദികൾ, ഉപദ്വീപീയൻ നദികൾ. ഇത് രണ്ടും നമ്മുടെ മനസ്സിനകത്ത് ആദ്യം വരണം. അപ്പോൾ നമ്മുടെ റിവേഴ്സ്, ഇന്ത്യയുടെ റിവേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എന്തൊക്കെയാണ്? ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും രണ്ടായി തിരിക്കാം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഹിമാലയൻ നദികളെന്ന് പറയുമ്പോൾ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. അപ്പോൾ ഉപദ്വീപീയൻ നദികളോ? ഉപദ്വീപീയൻ നദികൾ എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന നദികളെയാണ് നമുക്ക് ഉപദ്വീപീയൻ നദികൾ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇതാണ്ട് ഇത്രയും ഭാഗം ഉണ്ടല്ലോ, കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇത്രയും ഭാഗം അല്ലേ. ഇതാ ഇവിടെ അറേബ്യൻ സീ ഉണ്ട്, ഇതാ ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ഇത് ഇന്ത്യൻ ഓഷൻ. അപ്പോൾ കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗത്തെ നമുക്ക് അത്രയും ഭാഗത്തെ നമുക്ക് ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയും. ഇതിനകത്ത്, അതായത് ഈ ഭാഗത്തിനകത്ത് അത്രയും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ നമ്മൾ ഉപദ്വീപീയൻ നദികളെന്ന് പറയും. വടക്ക് ഹിമാലയ സാനുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ നമ്മൾ ഹിമാലയൻ നദികളെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ അവിടെ നോക്കൂ, നമ്മുടെ ചോദ്യം ഇതിൽ കണ്ടെത്തേണ്ടത് ആരെയാണ്? ഉപദ്വീപീയൻ നദികളെയാണ് കണ്ടെത്തേണ്ടത്. അത് ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. രണ്ടാമതോ എങ്ങോട്ട്, ഏത് ദിക്കിലേക്ക് ഒഴുകുന്ന ഉപദ്വീപീയൻ നദികൾ എന്നാണ് അടുത്ത് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് ഇവിടുത്തെ ചോദ്യം കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികളാണ്. അപ്പൊ ഈ ആൻസർ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ, ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടെത്തണമെങ്കിൽ 4 ടൈപ്പ് നദികളെയും പഠിക്കണം. അതായത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ഏതെല്ലാം, കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ഏതെല്ലാം, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ ഏതെല്ലാം, കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ ഏതെല്ലാം. ആദ്യം പറഞ്ഞ 2 എണ്ണം പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഹിമാലയ നദികൾ. ഇപ്പം ഞാൻ പറഞ്ഞത് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഉപദ്വീപീയ നദികൾ. നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചയക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും പരീക്ഷാ ഹാളിൽ പോയാൽ ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ മിക്ക കുട്ടികളും തെറ്റിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ ആൻസർ പഠിച്ചങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ആ നദികളെ ഒന്ന് നോക്കാം, എന്നിട്ട് ഈ ആൻസറിലേക്ക് വരാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഇതിൻ്റെ ആൻസർ പറയും. നോക്കാം. ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ആദ്യം നോക്കാം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ. പ്രധാനമായിട്ടും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു ഹിമാലയൻ നദി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സിന്ധു ആണ്. ആൻസർ കിട്ടി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദി സിന്ധു ആണ്. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ഏതല്ല? കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ഏതല്ല? പ്രധാനമായും 2 നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികളുടെ പട്ടികയിൽ വരുന്നത്. അതൊന്ന് ഗംഗ, മറ്റൊന്ന് ബ്രഹ്മപുത്ര. ആദ്യ ആ ഒരു ഗ്രൂപ്പ് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദി, കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദി സിന്ധു അഥവാ ഇൻഡസ്, കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. ആദ്യപടിയായി. ഇനി നമുക്ക് കാണേണ്ടത് ഉപദ്വീപ നദികളാണ്. നമ്മുടെ ആൻസർ കണ്ടെത്തേണ്ടതും അതാണ്.
അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഉപദ്വീപീയ ഇന്ത്യക്കകത്ത് ഉത്ഭവിച്ചൊഴുകുന്ന നദികളെയാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത്. അതിനെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കണം. എങ്ങനെ? പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും കിഴക്കോട്ട് ഒഴുകുന്നവയും. അപ്പോൾ എന്താ ചോദ്യം? ഇവിടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളെ അതല്ല. ഇതിനെ ഞാൻ അങ്ങ് വരയ്ക്കുകയാണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എന്ന് മാത്രമേ ഇതിനുള്ളേ. ഉപദ്വീപിയൻ നദികളെ അതല്ല. ആൻസർ നർമ്മദ, താപ്തി. കണ്ടോ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ നർമ്മദ, താപ്തി. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏതെല്ലാം? കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഒന്ന് ഗോദാവരി. ഞാനിവിടെ ജി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഒന്ന് ഗോദാവരി. രണ്ടാമത്തത് കൃഷ്ണ. ഗോദാവരി, കൃഷ്ണ. പിന്നെ മഹാനദി പറയാം, മഹാനദി. ഇനി കാവേരി പറയാം. വേറെ ധാരാളം നദികൾ കിഴക്കോട്ടൊഴുകുന്നുണ്ട്. പ്രധാനമായും വലിപ്പം വെച്ച് നോക്കുമ്പോൾ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. അവിടെ നിങ്ങൾക്ക് വേറൊരു സംശയം തോന്നാം, കേരളത്തിലെ 41 നദികളും പടിഞ്ഞാറോട്ടല്ലേ ഒഴുകുന്നത്? അപ്പൊ എന്തുകൊണ്ട് ഈ ഗ്രൂപ്പിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ നർമ്മദയും താപ്തിയും മാത്രം ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, നർമ്മദയെയും താപ്തിയെ അപേക്ഷിച്ച് വളരെ വലിപ്പം കുറവാണ് നമ്മുടെ ഏതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട നദികളായ ഭാരതപ്പുഴയായാലും പെരിയാറായാലും വളരെ കുഞ്ഞു നദികളാണ് ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ അവരെ നമ്മൾ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കണം. ഇപ്പം അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചോ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദി സിന്ധു, കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ഗംഗ, ബ്രഹ്മപുത്ര. ഇനി താഴെ ഉപദ്വീപ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപിയൻ നദികൾ നർമ്മദ, താപ്തി. കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികൾ ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. ഇത്രയും സെറ്റായി കാണും. ഇനി നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ആൻസർ പിടിക്കാൻ എളുപ്പമാണ്. നോക്കൂ, ചോദ്യം എന്താ? ചുവടെ പറയുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ. അപ്പോൾ ആ ഗ്രൂപ്പ് നമുക്കെടുക്കാം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ അതൊക്കെയാണ് ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. ആണല്ലോ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ ഓപ്ഷൻ ഗോദാവരി കിഴക്കോട്ടൊഴുകുന്നത് തന്നെ. മഹാനദി കിഴക്കോട്ടൊഴുകുന്നതാണ്. അടുത്ത് നോക്കൂ, നർമ്മദ കിഴക്കോട്ടൊഴുകുന്നതല്ല. അപ്പം ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റ്. സെക്കൻഡ് ഓപ്ഷൻ എടുക്കാം. കൃഷ്ണ കിഴക്കോട്ട് ഒഴുകുന്നതാണോ? ആണല്ലോ. കാവേരി കിഴക്കോട്ട് ഒഴുകുന്നതാണോ? ആണല്ലോ. താപ്തി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദിയല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷനെ തിരിച്ചിട്ടേക്കാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി. അത് നമ്മൾ ആൾറെഡി എന്ത് ചെയ്യാം, അതിന് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കാം. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം. ചോദ്യം കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളെയാണ് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞത് അല്ലേ? ഏതൊക്കെ? കാവേരി കിഴക്കോട്ടൊഴുകുന്നവയല്ലേ? ആണല്ലോ. കൃഷ്ണ കിഴക്കോട്ടൊഴുകുന്നവ ആണ്, ഒഴുകുന്ന നദിയാണ്. ഗോദാവരി കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. അപ്പോൾ ആൻസർ ഈസ് ഡി. കിഴക്കോട്ടൊഴുകുന്ന, ഇവിടെ തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണ്? നാലാമത്തെ ഓപ്ഷനാണ് കാവേരി, കൃഷ്ണ, ഗോദാവരി അല്ലേ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, മഹാനദി. അത് നമുക്കിവിടെ ഓപ്ഷന് തന്നിട്ടില്ല. അപ്പോൾ ആൻസർ ക്ലിയർ. ഏതാണ്? ഡി ആണ് ആൻസർ. കിട്ടിയല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഈ നദികളെക്കുറിച്ച് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുറേ കാര്യം കൂടെ പറയാനുണ്ട്. നോക്കാം. എല്ലാം നോക്കി ഈ സമയത്തിനുള്ളിൽ പറയാൻ പറ്റില്ല. എന്നാലും നോക്കൂ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി നമ്മൾ പറഞ്ഞല്ലോ, സിന്ധു നദിയാണ്. ഉപദ്വീപീയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയൻ നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലേ? ആരൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഇന്ത്യ വരുന്നുണ്ട്, പാകിസ്ഥാൻ വരുന്നുണ്ട്, നേപ്പാൾ വരുന്നുണ്ട്, ഭൂട്ടാൻ വരുന്നുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്, മാൽഡീവ്സ് ഉണ്ട്. 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനകത്ത് വരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനകത്ത് വരുന്ന 7 രാജ്യങ്ങൾ. ഈ 7 രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന പേരിട്ടു.
ഒരു ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു ഭൂഖണ്ഡത്തിനുള്ളിൽ, ഒരു വൻകരയ്ക്കുള്ളിൽ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ജീവിത രീതിയിലും ഒക്കെ ഏതാണ്ട് സമാനതകളുള്ള, എല്ലാം ഒത്തുവരില്ല, ഏതാണ്ട് സമാനതകളുള്ള ഒരു കൂട്ടം രാജ്യങ്ങളെ നമുക്ക് ഒരു ഉപഭൂഖണ്ഡം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏഷ്യ ഭൂഖണ്ഡത്തിനുള്ളിൽ ഈ പറഞ്ഞ കാലാവസ്ഥ, ജീവിത രീതി, സംസ്കാരം എന്നിവയിലൊക്കെ ഒരു സിമിലാരിറ്റിയുള്ള, ഏതാണ്ട് സിമിലാരിറ്റിയുള്ള 7 രാജ്യങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ കൊണ്ടുവരൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ നാഷൻസ് ഏതൊക്കെയാണ്? ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, നേപ്പാള്, പിന്നെ ഭൂട്ടാൻ ഉണ്ട്, പിന്നെ ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്, മാൽഡീവ്സ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 7 രാജ്യങ്ങൾ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ത്യയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 3 രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരില്ല എന്നുള്ളതാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന 3 രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരില്ല. അത് ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും കുറവ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനകത്ത് അഫ്ഗാനിസ്ഥാൻ വരില്ല. നമ്മുടെ കാലാവസ്ഥയോ നമ്മുടെ സംസ്കാരമോ ജീവിത രീതിയോ ഒന്നും അല്ല അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. ചൈന ഒട്ടും വരില്ല, നമ്മളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിലും, അല്ലേ? പിന്നെ മ്യാൻമാർ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുകയാണ്. പക്ഷേ മ്യാൻമാറും എന്തില്ല? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനകത്ത് വരില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ നൈൽ നദി, സിന്ധു നദിയാണ്. ഈ സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അത് ടിബറ്റിൽ നിന്നാണ്, അല്ലെ? ടിബറ്റ് അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യം ടിബറ്റിനെ ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ടിബറ്റിലാണ്, ചൈനയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് ചൈന എന്നോ ടിബറ്റ് എന്നോ പറയാം, അല്ലെ? അവിടുത്തെ ബോഗാർച്ചു എന്ന് പറയുന്ന ഒരു ഹിമാനിയുണ്ട്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ചൈനയിലെ അല്ലെങ്കിൽ ടിബറ്റിലെ ബോഗാർച്ചു ഹിമാനിയിൽ നിന്നാണ്. ബോഗാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് ആ നദി നമ്മുടെ ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലെ? ലഡാക്കിലൂടെ പ്രവേശിച്ചിട്ട് ഇങ്ങനെ ലഡാക്ക്, കാശ്മീർ ക്രോസ് ചെയ്തിട്ട് അത് നേരെ എവിടേക്ക് പോകുന്നു? പാകിസ്ഥാനിലേക്ക് പോകുന്നു. ഈ സിന്ധു നദിയുടെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 2880 കിലോമീറ്റർ ആണ്. 2880 കിലോമീറ്റർ ആണ്. ഒരു നീളം കൂടെ പറയുന്നുണ്ട്, 3180 കിലോമീറ്റർ ആണ്, അല്ലെ? അപ്പൊ 2880 കിലോമീറ്റർ, 3180 കിലോമീറ്റർ എന്നും സിന്ധു നദിയുടെ നീളത്തെ പറ്റി പറയുന്നുണ്ട്. രണ്ട് നീളവും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പക്ഷേ ഇത്രയും നീളം ഉണ്ടെങ്കിലും സിന്ധു നദി നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് കേരളം 709 കിലോമീറ്റർ ആണ്. കേരളമല്ല, ഇന്ത്യയിലൂടെ ഒഴുകുന്നത് കേവലം എത്ര കിലോമീറ്റർ ആണ്? 709 കിലോമീറ്റർ ആണ്. എന്നാൽ 2019 കേന്ദ്ര ജലവിഭവ മന്ത്രാലയം ഒരു കണക്ക് പുറത്തിട്ടിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം പറയുന്നത് ഈ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 1114 കിലോമീറ്റർ ആണ് എന്നാണ്. ഒന്നുകൂടെ പറയാം. പണ്ട് മുതലേ, അതായത് പാകിസ്ഥാന്റെ വിഭജനം കഴിഞ്ഞാൽ സിന്ധു നദി നമ്മൾ പഠിക്കുന്നത് 709 കിലോമീറ്റർ എന്നാണ്. 47 ആഗസ്റ്റ് 15 ശേഷം 2019 വരെ നമ്മൾ പഠിക്കുന്നത് 709 കിലോമീറ്റർ ആണ് സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എന്നാണ്. എന്നാൽ കേന്ദ്ര ജലവിഭവ മന്ത്രാലയം 2019 ഒരു കണക്ക് പുറത്തുവിട്ടു. ആ കണക്ക് പ്രകാരം പറയുന്നത് നമ്മുടെ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 1114 കിലോമീറ്റർ എന്നാണ്. അവിടെ ഈ രണ്ട് കണക്കുകളും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം, 709ഉം 1114. ഇനി ഇതിൻ്റെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എത്ര കിലോമീറ്റർ? 709ഉം 1114ഉം ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് 1114 ആയിരിക്കണം. 709 ഓപ്ഷനിലുണ്ട്, 1114 ഓപ്ഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? 1114 കിലോമീറ്റർ ആണ്. ക്ലിയർ ആണേ? അടുത്ത് ഇങ്ങനെ സിന്ധു ലഡാക്കിലൂടെ വന്നു, നമ്മുടെ ലഡാക്കിലെ ലേ പട്ടണത്തെ ഒന്ന് ചുറ്റി, എന്നിട്ട് കാശ്മീരിനെ ക്രോസ് ചെയ്ത് നേരെ പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. പാകിസ്ഥാന്റെ ജീവരേഖയാണ് സിന്ധു, പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു, പാകിസ്ഥാന്റെ നൈലാണ് സിന്ധു. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പാകിസ്ഥാനിലെ സിന്ധുവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ
ഈ സിന്ധു നദിയെ പറ്റി പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറ് ഒപ്പിട്ടിട്ടുണ്ട്. ഓർമ്മ വേണം അല്ലെ. സിന്ധു നദീജല കരാറ് ഒപ്പിട്ട രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. സിന്ധു നദീജല കരാറ് ഒപ്പിടുന്നതിന് വേണ്ടി മധ്യസ്ഥത വഹിച്ചത് നമ്മുടെ വേൾഡ് ബാങ്കാണ്. മറക്കരുത്, വേൾഡ് ബാങ്കാണ്. ഈ നദീജല കരാറിൽ ഇന്ത്യക്ക് വേണ്ടി ഒപ്പിട്ടത് ജവഹർലാൽ നെഹ്റു ആണ് എന്നും നിങ്ങൾ മറക്കരുത്. അതൊക്കെ ഓർമ്മിച്ചോളണം. അപ്പൊ സിന്ധുവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിച്ചുള്ളൂ. ഇനി നമുക്ക് ഗംഗയെ പറ്റി നോക്കാം. കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ രണ്ടെണ്ണമാണ് ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗ നമുക്കറിയാം അല്ലെ, ഒരു സംശയമില്ല. ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ പുണ്യനദി, ഇന്ത്യയുടെ നീളം കൂടിയ നദി, കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി, ഇന്ത്യയുടെ ജീവരേഖ. എത്രയോ വിശേഷണങ്ങൾ ഇന്ത്യയും ഗംഗയ്ക്കും തമ്മിലുണ്ട്. ഗംഗ അല്ലെങ്കിൽ ഗംഗ അല്ലെ. ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ നിന്നുമാണ്. സിന്ധു നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് പുറത്ത് അല്ലെ. ഇന്ത്യക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ടിബറ്റ് അഥവാ ചൈന അല്ലെ. ഈ സിന്ധു നദിയെ ഒരു കാര്യം പറയാനുണ്ട്. സിന്ധു നദിയെ ടിബറ്റുകാർ വിളിക്കുന്ന ഒരു പേരുണ്ട്, സിംഗി കമ്പൻ എന്നാണ്. സിന്ധു നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സിംഗി കമ്പൻ എന്നാണ്. സിംഹത്തിന്റെ മുഖം എന്നാണ് ആ വേർഡിന്റെ മീനിങ്. അപ്പോൾ ഗംഗയിലേക്ക് വരാം. അപ്പൊ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗോത്രി ഹിമാനി. ഗംഗോത്രി ഹിമാനിയിൽ എവിടെ നിന്ന് ചോദിച്ചാൽ ഗായ്മുഖ് അഥവാ ഗോമുഖ് എന്ന് പറയുന്ന ഗുഹയിൽ നിന്നുമാണ് നമ്മുടെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ നീളം എത്ര? 25 കിലോമീറ്റർ ആണ്. 25 കിലോമീറ്റർ. 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അല്ലെ. 25 കിലോമീറ്റർ ആണ്. നമ്മളിവിടെ സിന്ധു പഠിച്ചോ പറഞ്ഞു. സിന്ധുവിന്റെ 709 കിലോമീറ്ററോ അല്ലെങ്കിൽ 1114 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. അപ്പൊ ഇവിടെ 2525 കിലോമീറ്റർ ഗംഗാ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ്. ഈ ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. 2008 നവംബർ 4 എന്ന് തന്നെയാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. 2008 നവംബർ 4 ആരാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അടുത്ത്, ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. ഇനി ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതെന്ന് ചോദിച്ചാൽ ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2009 ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി അല്ലെ. ഈ ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2009. 2009 ഈ പ്രഖ്യാപിക്കുന്നതും ആര് തന്നെയാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഗംഗാ ഡോൾഫിന്റെ പ്രാദേശിക പേര് സു എന്നാണ്. ഗംഗാ ഡോൾഫിനെ അറിയപ്പെടുന്ന പ്രാദേശിക പേര് സു എന്നാണ്. സു ഗംഗാ ഡോൾഫിൻ. ഓക്കെ, ഇനി നോക്കൂ. ഈ സിന്ധു നദി എന്ന് പറയുന്നത് ഉത്ഭവസ്ഥാനത്തെ പേര് ഗംഗ എന്ന് പറയുന്നത് ഉത്ഭവസ്ഥാനത്തെ പേര് ഗംഗ എന്നല്ല. എന്താണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ പേര്? ഭഗീരഥി എന്നാണ്. എന്താണ്? ഭഗീരഥി. ഒന്നുകൂടെ പറയാം. ഗംഗാ നദി ഉത്തരാഖണ്ഡിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ഭഗീരഥി എന്നാണ്. ഭഗീരഥി. അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇന്ത്യയിലെ നിലവിൽ ഏറ്റവും ഉയരം കൂടിയ ഡാം, അണക്കെട്ട് തെഹ്രി ഡാമാണ്. തെഹ്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡ്. ചോദ്യം ഒന്നുകൂടെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമിന്റെ പേര് തെഹ്രി ഡാമാണ്. തെഹ്രി ഡാം. തെഹ്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭഗീരഥിയിലാണ്. ഈ ഭഗീരഥി നദി എപ്പോഴാണ് ഗംഗയായി മാറുന്നത്? മറ്റൊരു നദിയുമായിട്ട് ചേരുമ്പോഴാണ്. ആ നദിയുടെ പേര് അളകനന്ദ. അപ്പോൾ ഭഗീരഥി നദിയും അളകനന്ദ നദിയും ദേവപ്രയാഗ് എന്നൊരു സ്ഥലമുണ്ട്. ആ ദേവപ്രയാഗിൽ വെച്ച് സന്ധിക്കുന്നു. എന്നിട്ട് ഗംഗ എന്ന നദിയായിട്ട് എന്ത് ചെയ്തു? അത് മാറുകയാണ്. അങ്ങനെ 2525 കിലോമീറ്റർ ഒഴുകിയിട്ട് നമ്മുടെ ബംഗാളിൽ നിന്നുമാണ് അത് എവിടേക്ക് പോകുന്നത്? ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. ബംഗ്ലാദേശിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഗംഗയുടെ പേരങ്ങ് മാറ്റുകയാണ്. അവർ പത്മ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ഓക്കെ, ഗംഗയെ പറ്റി കൂടുതൽ പറയാൻ സമയമില്ല. നമുക്ക് ബ്രഹ്മപുത്രയെ പറ്റി 2-3 കാര്യം കൂടെ പറയണ്ടേ. അപ്പോൾ നോക്കിക്കൊള്ളൂ. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നതും ടിബറ്റിൽ നിന്നാണ്. മാനസ സരോവറിന്റെ ഏതാണ്ട് ഇടത് സൈഡിൽ ടിബറ്റിൽ നിന്നാണ്
നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ പിന്നെ ഏത് സ്ഥലം, കൃത്യമായി സ്ഥലത്തിന്റെ പേര് ചോദിച്ചാൽ ചെമ യുങ് ദുങ് ഹിമാനിയിൽ നിന്നാണ്. ഏതാണ്? ചെമ യുങ് ദുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്, അല്ലെ? ഈ ബ്രഹ്മപുത്ര നദിയുടെ ടോട്ടൽ നീളം ചോദിച്ചാൽ 2900 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര നദിയുടെ നീളം എത്രയാണ്? 2900 കിലോമീറ്റർ ആണ്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല, ഈ ബ്രഹ്മപുത്ര നദി നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് കേവലം 914 കിലോമീറ്റർ ആണ്. എത്രയാണ്? 914 കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ചില ടെക്സ്റ്റുകളിൽ 715 കിലോമീറ്റർ എന്നും കാണുന്നുണ്ട് കേട്ടോ. 715 കിലോമീറ്റർ. എന്തായാലും ഇത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 914 കിലോമീറ്റർ അഥവാ 715 കിലോമീറ്റർ. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റ് അഥവാ ചൈനയിലെ ചെമ യുങ് ദുങ് ഹിമാനിയിൽ നിന്നുമാണ്. ചെമ യുങ് ദുങ് ഹിമാനിയിൽ നിന്നും. ഓക്കെ, ബ്രഹ്മപുത്ര നദി അങ്ങനെ ഒഴുകി ഏതാണ്ട് നമ്മുടെ അരുണാചൽ പ്രദേശ് വന്ന് ആസാമിൽ വെച്ചിട്ട്, ആസാമിൽ കുറേ ദൂരം ഒഴുകിയിട്ട് അതും എന്ത് ചെയ്യുന്നു? ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുകയാണ്. ബംഗ്ലാദേശുകാർ ബ്രഹ്മപുത്രയുടെ പേരങ്ങ് മാറ്റുകയാണ്, അല്ലെ? ജമുന എന്നാണ്. അപ്പൊ ഗംഗ ബ്രഹ്മപുത്രയിൽ അറിയപ്പെടുന്നത് പത്മ, ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ബംഗ്ലാദേശിൽ ചാന്ദ്പൂർ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ച് ഈ ഗംഗയും ഈ ബ്രഹ്മപുത്രയും ഒന്നാകുന്നു. എവിടെ വെച്ചാണ്? ചാന്ദ്പൂരിൽ വെച്ച്. ദാ ഇങ്ങനെ വന്ന ബ്രഹ്മപുത്രയും ദാ ഇവിടെ നിന്ന് ദാ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് പോയ ഗംഗയും ചാന്ദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒന്നാകുന്നു. ഈ രണ്ട് നദികൾ ഒന്നായിട്ടൊരു വലിയ നദിയായി മാറി. എന്നിട്ട് വീണ്ടും പേര് മാറുന്നു. പുതിയ പേരാണ് മേഘ്ന. മേഘ്ന. അപ്പോൾ ഗംഗയും ബ്രഹ്മപുത്രയും, ബംഗ്ലാദേശിന്റെ പത്മയും ജമുനയും എവിടെ വെച്ച് ഒന്നാകുന്നു? ചാന്ദ്പൂര്. ഒന്നായിട്ട് പുതിയ പേര് സ്വീകരിക്കുന്നു. എന്താ പുതിയ പേര്? മേഘ്ന. മേഘ്ന എന്ന പേര് സ്വീകരിച്ച് കുറെ കൂടെ മുന്നോട്ട് പോയി ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ, അല്ലെ, സൃഷ്ടിച്ചുകൊണ്ട് നേരെ ബേ ഓഫ് ബംഗാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഗോദാവരിയെ പറ്റി നമുക്ക് എന്തൊക്കെ പറയാം? ഗോദാവരിയെ പറ്റി പറയുന്നത് ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. എത്രയാണ്? 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ നദി. വേറൊരു ചോദ്യം ചോദിക്കും, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാലും ഗോദാവരിയാണ്. കാരണം എന്താ? ഗോദാവരി ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ മാത്രം ഒഴുകി നേരെ ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. അപ്പൊ ആ ചോദ്യം പ്രസക്തമല്ലേ? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഗോദാവരി അറിയപ്പെടുന്നത് വൃത്തഗംഗ എന്നാണ്. വൃത്തഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്, അല്ലെ? ഇനി നീളത്തിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനം ചോദിച്ചാൽ അത് കൃഷ്ണയാണ്. നീളത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദി കൃഷ്ണയാണ്. കൃഷ്ണയുടെ നീളം എത്രയാണ്? 1400 കിലോമീറ്റർ ആണ് കൃഷ്ണയുടെ നീളം. കൃഷ്ണയുടെ നീളം 1400 കിലോമീറ്റർ. ആ ചോദ്യം തിരിച്ച് ചോദിക്കാം, പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിച്ചാൽ കൃഷ്ണയാണ്. ഇന്ത്യയിലെ നീളം കൂടിയ 3-ാമത്തെ നദി കൃഷ്ണ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിച്ചാലും കൃഷ്ണയാണ്. ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗംഗ, അല്ലെ? ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗംഗ, നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരി, നീളം കൂടിയ 3-ാമത്തെ നദി കൃഷ്ണ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണ. ക്ലിയർ ആണല്ലോ? കൃഷ്ണയ്ക്ക് 1-2 വിളിപ്പേരുകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് തെലുങ്ക് ഗംഗ. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. അർത്ഥഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. പാതാള ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ. അപ്പൊ കൃഷ്ണയുടെ മറ്റു പേരുകൾ തെലുങ്ക് ഗംഗ, അർത്ഥഗംഗ, പാതാള ഗംഗ. ഇതെല്ലാം ഏതാണ്? നമ്മുടെ കൃഷ്ണയാണ്. കാവേരിയെ പറ്റി, കാവേരി എന്ന് പറയുന്നത് നമ്മുടെ കിഴക്കോട്ടൊഴുകുന്ന മറ്റൊരു നദിയാണ്. കാവേരിയുടെ പ്രത്യേകത എന്താണ്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ഇനി നോക്കൂ, മഹാനദിയും മഹാനദി അല്ലല്ലോ, മഹാനദിയെക്കാളും നിൽക്കട്ടെ, പറയാൻ സമയമില്ല കേട്ടോ. നർമ്മദ, താപ്തി. അതായത് ഇന്ത്യയിലെ ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന 2 നദികൾ ചോദിച്ചാൽ നർമ്മദയും താപ്തിയുമാണ്. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന 2 നദികൾ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയുടെ 2 ഉപദ്വീപ്യൻ നദികൾ ഏതാണ്? നർമ്മദയും താപ്തിയും. നർമ്മദ നദിയിലാണ് ഇന്ത്യയുടെ ഏറ്റവും
വലിയ, ഇന്ത്യയുടെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം നിർമ്മിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദാ നദിയിലാണ്. ആ ഡാമിന്റെ പേരെന്താണ്? സർദാർ സരോവർ ഡാം. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. ഇപ്പം നിർമ്മിക്കുന്ന ഡാം ഫുള്ളി കോൺക്രീറ്റിൽ നിർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ചോദിച്ചാൽ ഏതാണ്? നർമ്മദാ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന സർദാർ സരോവർ ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസണറി ഡാം ഏത് എന്ന് ചോദിച്ചാൽ അത് കൃഷ്ണ നദിയിലാണ്. മേസണറി ഡാം. നാഗാർജുന സാഗർ എന്നാണ് ആ ഡാമിൻ്റെ പേര്. എന്താ മേസണറി ഡാം എന്ന് പറഞ്ഞാൽ? മുൻകാലങ്ങളിൽ നിർമ്മിക്കുന്ന ഡാമുകളെല്ലാം സിമെന്റും കരിങ്കല്ലും കൊണ്ടാണ് നിർമ്മിക്കുന്നത്. മേസൺ എന്ന് പറഞ്ഞാൽ മേശിരി അല്ലേ? അപ്പൊ മേസണറി ഡാം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെന്റും കരിങ്കല്ലും കൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് മേസണറി ഡാം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസണറി ഡാം ഏത് എന്ന് ചോദിച്ചാൽ അത് നാഗാർജുന സാഗർ ഡാമാണ്. നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണ നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം ഏത് എന്ന് ചോദിച്ചാൽ ജൻജിയാവതി ഡാമാണ്. ഒന്നുകൂടെ, ആദ്യത്തെ റബ്ബർ ഡാം ജൻജിയാവതി ഡാമാണ്. ജൻജിയാവതി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി ജൻജിയാവതി തന്നെ ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഹിമാലയൻ നദികളെയും ഉപദ്വീപീയ നദികളെയും ഒക്കെ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാം സെറ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു മോർണിംഗ് ടീമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ആൾ ദി ബെസ്റ്റ്.